ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സാധാരണ റെസ്റ്റോറൻറ്റുകളിലാണല്ലോ ഇത്തരം നാൻ കിട്ടുന്നത്. ഇത് ഗാർലിക് നാനാണ്. ഇതുണ്ടാക്കുന്നതോ നമ്മുടെ വീട്ടിലെ മീൻ ചട്ടിയിൽ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് കാണാം. അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റിൽ, അതായത് നാടൻ ടേസ്റ്റിലുള്ള ഒരു ബീഫ് കറിയാണ്. അപ്പോൾ അതിൻ്റെയും കൂടി റെസിപ്പി കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആദ്യമായിട്ട് ബീഫിൻ്റെ മസാല ഉണ്ടാക്കാനായിട്ട് 12 വറ്റൽ മുളക് എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് ചൂടുവെള്ളത്തിലിട്ട് കുതിർക്കാം. അതിൻ്റെ കൂടെ 12 അല്ലി വെളുത്തുള്ളിയും 2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ മല്ലി, ഇതില്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുക്കാം. 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 4 ഏലയ്ക്ക, 4 ഗ്രാമ്പൂ, 2 ഇഞ്ച് നീളത്തിലുള്ള പട്ട, 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പെപ്പർ, പകുതി നാരങ്ങയുടെ നീര്. ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കണം. നല്ലതുപോലെ മഷി പോലെ അരച്ചെടുക്കണം. ഇതിലാവശ്യത്തിന് ഉപ്പ് ചേർക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. കഴുകി വൃത്തിയാക്കിയ ബീഫാണ്, 1/2 കിലോയുണ്ട്. ഇതേ രീതിയിൽ മട്ടൺ ആണെങ്കിലോ പോത്താണെങ്കിലോ ചിക്കൻ ആണെങ്കിലോ ഉണ്ടാക്കി നോക്കി, ഭയങ്കര ടേസ്റ്റാണിത്. ഈ ബീഫ് കുറച്ച് നേരം ഈ മസാല ഇങ്ങനെ പൊതിഞ്ഞിരിക്കുമ്പോൾ ഇതിലേക്ക് ഉപ്പും മുളകും നാരങ്ങയുടെ പുളിയും എല്ലാം പിടിച്ച് നല്ല ഒരു പരുവത്തിന് കിട്ടും. ഞാനിതൊരു ചാനലിൽ കണ്ട റെസിപ്പിയാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാനിത് ചിക്കനിലുണ്ടാക്കി നോക്കി, നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ബീഫിലാണെങ്കിലോ ഭയങ്കര ടേസ്റ്റായിരിക്കും. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. 15 മിനിറ്റ് ഇത് അടച്ച് വയ്ക്കാം. ഒരു പാൻ ചൂടാക്കി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. 2 സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇതിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാളയെക്കാളും ചെറിയ ഉള്ളിയാണ് കൂടുതൽ നല്ലത്. ചെറിയ ഉള്ളി പൊളിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാൻ സവാള എടുത്തത്. നിങ്ങൾക്ക് ചെറിയ ഉള്ളി ഇഷ്ടമാണെങ്കിൽ അതെടുക്കുക. കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ പുരട്ടി വെച്ചിരുന്ന മസാല ചേർത്ത ബീഫ് ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. മസാലയും ബീഫും കൂടി നല്ല പൊതിഞ്ഞാണ് മസാല ഇരിക്കുന്നത് ബീഫിൽ. അതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് യാതൊന്നും തന്നെ ചേർക്കേണ്ടതില്ല. ഇത് 5 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിലൊന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം തീ ഏറ്റവും കുറച്ച് വെച്ച് 1 മണിക്കൂറോളം ഈ ബീഫ് കുക്ക് ചെയ്യണം. ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം. ഞാൻ 1/4 ലിറ്റർ വെള്ളം ചേർക്കുന്നുണ്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് ലോ ഫ്ലെയിമിലാണ് വേകേണ്ടത്. അപ്പോഴാണ് നല്ല സോഫ്റ്റ് ആവുന്നത്. ഏത് തരം ഇറച്ചിയാണെങ്കിലും ലോ ഫ്ലെയിമിൽ വേവിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റും സോഫ്റ്റും. നമ്മൾ ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ട് വേവിക്കുമ്പോൾ ഈ മീറ്റ് ഹാർഡായി പോകും. 1/4 ലിറ്റർ വെള്ളം കുറവായിരുന്നു, കുറച്ചുകൂടി വെള്ളം ചേർത്തു. 1 കപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. ഇതിനി ഒന്ന് തിളച്ചതിന് ശേഷം അടച്ചു വച്ചിട്ട് കുക്ക് ചെയ്യണം. ഇനി നാൻ ഉണ്ടാക്കാനുള്ള മാവ് കുഴയ്ക്കാം. 1/2 കപ്പ് ആട്ടയും 1/2 കപ്പ് മൈദയുമാണ്. ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പും 1/2 കപ്പ് തൈരും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് മാവ് കുഴയ്ക്കാനായിട്ട് പാലാണ് ഞാൻ എടുക്കുന്നത്. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പാല് കുറേശ്ശെ ഒഴിച്ചിട്ട് മാവ് കുഴയ്ക്കാം. പാല് ചേർക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അതുപോലെ ടേസ്റ്റ് നല്ലതാണ്. ആട്ടമാവ് ചേർക്കുന്നത് കൊണ്ട് ആരോഗ്യത്തിനും നല്ലതാണ്. അപ്പോൾ ആട്ടമാവ് കൊണ്ടും നമുക്ക് നാണ് നല്ല ടേസ്റ്റായിട്ട് രുചിയായിട്ട് ഉണ്ടാക്കാൻ സാധിക്കും. 1/4 കപ്പ് പാലെടുത്തതിൽ 2 ടേബിൾ സ്പൂൺ പാൽ മാത്രമാണ് യൂസ് ചെയ്തത്. ഇതിലൽപ്പം പഞ്ചസാരയും കൂടി ചേർക്കാം. 1 ടീസ്പൂൺ പൊടിച്ച പഞ്ചസാരയാണ്. ഇത് ആദ്യമേ ചേർക്കേണ്ടതായിരുന്നു, ഞാൻ വിടാൻ മറന്നുപോയതാണ്. അപ്പോൾ ഉപ്പിടുന്ന സമയത്ത് തന്നെ ഈ പഞ്ചസാരയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. 5 മിനിറ്റോളം മാവ് നന്നായിട്ട് കുഴച്ച് സോഫ്റ്റാക്കി എടുക്കണം. ഇതുപോലെ സോഫ്റ്റാണ്. അല്പം എണ്ണ ഇതിൻ്റെ മുകളിൽ തടവിയതിന് ശേഷം ഇത് അടച്ച് വയ്ക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നാൻ ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് എന്തായെന്ന് നോക്കണ്ടേ? ഇപ്പോൾ നോക്കിക്കേ, 1 മണിക്കൂർ കഴിഞ്ഞു. നല്ലതുപോലെ ഇത് വറ്റിയിട്ടുണ്ട്.
ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കാം. ഞാനിപ്പോൾ നോക്കി, നല്ല സോഫ്റ്റായിട്ടാണ്, നല്ല മാർദ്ദവത്തോടെയുള്ള ഇറച്ചിയാണ്. തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ചട്ടിയിലിരുന്ന് കുറച്ചുകൂടി ഒന്ന് വറ്റും. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ നാൻ ഉണ്ടാക്കാം. മാവ് ഇപ്പോൾ നല്ല പാകമായിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇത്രയും മാവ് കൊണ്ട് 3 നാൻ ഉണ്ടാക്കാം. ചപ്പാത്തിയേക്കാളും കുറച്ചുകൂടി കട്ടിയായിരിക്കും, കുറച്ചുകൂടി വലുതായിരിക്കും. നാൻ നമ്മൾ മീൻചട്ടിയിലാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചട്ടിയുടെ അകത്ത് അല്പം എണ്ണ പുരട്ടിയതിന് ശേഷം ചട്ടി ചൂടാക്കാനായിട്ട് വയ്ക്കാം. ചട്ടി നല്ലതുപോലെ ഒന്ന് ചൂടാകട്ടെ. ചട്ടി പൊട്ടിപ്പോകുകയൊന്നുമില്ല. ചപ്പാത്തി പരത്തുന്ന കല്ലിൽ അല്പം എണ്ണ പുരട്ടിയ ശേഷം ഓരോ നാനും പരത്തിയെടുക്കാം. നാൻ സാധാരണയായിട്ട് വട്ടത്തിലല്ല പരത്തുന്നത്, അല്പം നീളത്തിലാണ് പരത്തുന്നത്. ഇതിൻ്റെ മേളിൽ കാണാനൊരു ഭംഗിക്ക് വേണ്ടി അല്പം കറുത്ത എള്ളിടുന്നുണ്ട്. കൂടാതെ വട്ടത്തിലരിഞ്ഞ ഗാർലിക്കും വെളുത്തുള്ളി. ഗാർലിക് നാനാണല്ലോ ഉണ്ടാക്കുന്നത്. ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് അവിടെ തന്നെ ഒട്ടിയിരിക്കും. കല്ല് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിനെ ഒന്ന് കമഴ്ത്തി വയ്ക്കാം. ഈ കമഴ്ത്തി വെച്ച ഭാഗത്ത് വെച്ചാണ് നാൻ റെഡിയാക്കാൻ പോകുന്നത്. അല്പം വെള്ളം നനച്ച് കൊടുക്കാം. ഈ ചട്ടിയുടെ പുറത്ത് ഇത് ഒട്ടിയിരിക്കാനാണ്. 2 നാണ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് 2 ഒട്ടിച്ചു കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് ഇപ്പോൾ തീ വച്ചിരിക്കുന്നത്. ഇങ്ങനെ കുമിളകളായിട്ട് വരുമ്പോൾ ഇതിനെ നമുക്ക് എടുക്കാം. അപ്പോൾ അടിഭാഗം മുഴുവൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി മോൾ ഭാഗം വേകാനായിട്ടും കുറച്ച് കാണാനൊരു ഭംഗിക്കും വേണ്ടി ഇതുപോലെ പിടിച്ചൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇതിനി ഇതുപോലെ ചട്ടുകം വെച്ച് ഇളക്കിയെടുക്കാം. ഇളക്കിയെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്, എങ്കിലും ഇതുപോലെ നല്ല റോസ്റ്റായിട്ട് കിട്ടും. റെസ്റ്റോറൻറ്റുകളിൽ കിട്ടുന്ന തന്തൂർ നാനിനേക്കാളും കൂടുതൽ ടേസ്റ്റാണ് നമ്മളിങ്ങനെ ഉണ്ടാക്കുന്നത്. ഇതിൽ ആവശ്യത്തിനുള്ള ബട്ടർ തേക്കാം. അപ്പോൾ കണ്ടില്ലേ, വീട്ടിലിരുന്നു കൊണ്ട് തന്നെ റെസ്റ്റോറൻറ്റ് രുചിയിൽ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഈ നാണും സൂപ്പർ ടേസ്റ്റിലൊരു ബീഫ് കറിയെന്നോ ബീഫ് മസാലയെന്നോ എന്ത് വേണമെങ്കിലും പറയാം. അത്ര ടേസ്റ്റായിട്ടാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. വീട്ടിലാരെങ്കിലും ഗസ്റ്റുകൾ വരുമ്പോഴോ അല്ലെങ്കിൽ വിശേഷ ദിവസങ്ങളിലോ ഞായറാഴ്ചകളിലോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു നല്ലൊരു കോമ്പിനേഷനാണ് ഈ നാണും ബീഫും. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മദേഴ്സ് കുക്കിംഗ് ലാബ്.